ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. സ്മീക്ക് ചെല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പലണ്ടിയും പച്ച വായ്ക്കയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഈ പച്ച വായ്ക്കയിൽ നിന്ന് 2 പച്ച വായ്ക്കയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പച്ച വായ്ക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടാനൊക്കെ വെക്കാൻ എടുക്കുന്ന കായില്ലേ, അതാണ് കേട്ടോ. നേന്ത്രക്കായ അല്ല, സാധാരണ നമ്മൾ എന്താ പറയുക, ചാറ് വെക്കാനും ഒക്കെ നമ്മൾ എടുക്കൂലേ, ആ കായാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഈ പച്ച കളർ പോകുമ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയൊരു പച്ച കളർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെത്തി എടുത്താലും മതിയാകും കേട്ടോ. ഇതിൻ്റെ ഈ 2 സൈഡിലൊക്കെ എന്താ പറയുക, കുറച്ച് കട്ടിയുള്ള തോലുണ്ടാവും. അതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഒന്നും കൂടി റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്, എന്നാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി ഇതുപോലെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നപ്പോൾ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണയിലും ചെയ്യാം. കുറച്ച് ഓയിൽ നന്നായി ചൂടായി വന്ന സമയത്ത്, ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട, കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 3 വറ്റൽമുളക്, ഞാൻ കാശ്മീരി മുളക് കേട്ടോ എടുത്തിട്ടുള്ളത്, അതൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 5-6 വെളുത്തുള്ളി തോലോടുക്ക് തന്നെ ഒന്ന് ചതക്കി എടുക്കാം കേട്ടോ. തോല് കളയേണ്ട ആവശ്യമില്ല, തോലോടുക്ക് തന്നെ നന്നായിട്ടൊന്ന് ചതക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് കടലയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലിൽ നിന്ന് 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കടല എന്ന് നമ്മളിവിടെ പറയും കേട്ടോ. ഇതിന് നമ്മൾ എന്താ പറയുക, നിലക്കടലയില്ലേ, അതാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ വെറുതെ കടലയെന്ന് ഇങ്ങനെ പറയലുണ്ട് കപ്പലണ്ടിക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ടും അതും കൂടി നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. നിങ്ങൾ ഈ കടലയ്ക്ക് എന്താ പറയുക, കപ്പലണ്ടി എന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയുമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഒരുപാട് കളർ മാറണ്ട കേട്ടോ. കറിവേപ്പിലയുടെ കളർ വല്ലാതെ മാറണ്ട. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയില്ലേ, കുറേ നേരം വെക്കരുത്. പെട്ടെന്ന് ഇട്ട വാക്ക് തന്നെ നമുക്ക് കോരിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി തന്നെ അതൊന്ന് ഫ്രൈ ആയി വന്നോളും. അപ്പോൾ ഞാൻ ഇതിവിടെ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയാണ് കേട്ടോ. അത് ഒരു 1/2 കപ്പിൻ്റെ താഴെ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മളിത് എന്താ പറയുക, ഒരുപാട് സമയം ഇടണ്ട. നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുത്തെടുത്ത പോലെ കുറേ നേരം വറുക്കണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അതും കൂടി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഈ പച്ചക്ക, തോല് കളഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്ക നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കറുത്ത കളർ വരും. പച്ചക്ക ഇങ്ങനെ കറുത്ത കളർ വരും. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിടണം. ഈ ഒരു റെസിപ്പിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പച്ചക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം തോല് കളഞ്ഞാൽ മതി. അല്ലാതെ തോല് കളഞ്ഞിട്ട് കഴുകാൻ നിൽക്കണ്ട. വെള്ളത്തിൻ്റെ അംശം തീരെ വേണ്ട കേട്ടോ. അപ്പോൾ 2 പച്ചക്കായ ഇതുപോലെ നല്ല നേർമയാക്കി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചെറിയ ഈർക്കിൽ ഇങ്ങനെ ഒടിച്ചിട്ട പോലെയാണ് ഉള്ളത് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് നൈസായിട്ട് ഇങ്ങോട്ട് കനം കുറക്കണ്ട. എന്നാൽ ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ വറുത്തെടുക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ പച്ചക്ക നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി, ഉപ്പൊന്നും ചേർക്കരുത് കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കരുത്. ഫുള്ളായിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം. ഒന്ന് ഇടുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ചിങ്ങനെ ഇതാകും. നമ്മൾ കായ വറുത്തതൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഇങ്ങനെ ഇതാകും. കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ തിളയൊക്കെ അടങ്ങി ഇത് നല്ല മൂത്ത് വരും. നല്ലോണം ഇങ്ങനെ കരിഞ്ഞു പോകരുത്. ഇതുപോലെ കണ്ടോ, നല്ലൊരു മഞ്ഞ കളർ, ഒരു ഗോൾഡൻ കളർ പോലെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം.
ഇനി നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫുള്ള് നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ മിച്ചർ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ പച്ചക്കയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ കഷ്ണങ്ങളൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ. അധികം കുട്ടികളും കഴിക്കൂല. എൻ്റെ കുട്ടികളും ചാറിലൊക്കെ ഉള്ള കഷ്ണങ്ങളൊന്നും കഴിക്കില്ല. അവരതും കൊണ്ട് നീക്കി വെച്ചിട്ട് ചാറ് മാത്രം കൂട്ടുന്നതാണ്. അപ്പോൾ കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മിച്ചറൊക്കെ ആയിട്ട് റെഡിയാക്കി എടുത്താൽ കുട്ടികളൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല ക്രിസ്പിയാണ്. ഇത് കണ്ടോ, ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയി കഴിഞ്ഞാൽ കണ്ടോ തിളയൊക്കെ അടങ്ങി എണ്ണയിൽ എണ്ണ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കും. അപ്പോൾ തിളക്കാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ മനസ്സിലായല്ലോ. ആ രീതിയിലാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. സാധാരണ നമ്മൾ വായ്ക്കൊക്കെ ഫ്രൈ ആക്കി എടുക്കൂലേ, ചിപ്സ് ഉണ്ടാക്കി എടുക്കൂലേ, അതേപോലെ തന്നെയാണ്. ഈ പച്ചക്കായൻ്റെ ഒരു ചിപ്സിൻ്റെ റെസിപ്പി ഞാൻ കുറേ പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ സാധാരണ നേന്ത്രക്കായൻ്റെ ചിപ്സ് ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പച്ചക്കായ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 4 ഒക്കെ വേണമെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇതുണ്ടാക്കിയ ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ചിലപ്പോൾ ഒന്ന് ഇതാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കൽ, എന്നിട്ട് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ കഴിച്ചു കഴിയും. അങ്ങനെ അതിന് മാത്രം കുറച്ച് മാത്രമേ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി. 1 ദിവസം 2 ദിവസം കൊണ്ടൊക്കെ കഴിച്ചു തീർത്താൽ മതി. അല്ലെങ്കിൽ അത് ആ ക്രിസ്പിനെസ് അത് ഉണ്ടാവില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ കുറച്ച് ഇതാവും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ വറ്റൽമുളക് അത്യാവശ്യം വലുപ്പത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ മിക്സർ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കപ്പലണ്ടിയും ഈ പൊട്ടുകടലയൊക്കെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ചക്ക മാത്രമേ ഉള്ളെങ്കിൽ അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ നല്ല തിളച്ച എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തിട്ട് അതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി, പിന്നെ അല്പം എന്താ പറയുക മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് അത് നമുക്ക് ചായയോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഇത് നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, എന്താ കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, മധുരക്കിഴങ്ങ്, അത് വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.